അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ വാരത്തിൽ ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഓടി നടക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗാണ് സഖാവ് എ വിജയരാഘവൻ്റെ ഈ നരകത്തെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം. ആ പരാമർശം നമ്മൾ ആദ്യം ഒന്ന് കേൾക്കാം. ഈ മാറുന്നൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്, ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ചർച്ച നരകം എങ്ങനെ അതൊന്നുമില്ല കേട്ടോ. ആ ചർച്ച നമ്മളെ പാർട്ടിയിലില്ല. നരകം എങ്ങനെയെന്ന ചർച്ച ഒറ്റ പാർട്ടി സമ്മേളനത്തിലുമില്ല. വേറെ ചിലരുണ്ട്, മരിച്ചു പോയുള്ള കാര്യം മാത്രമേ പറയുള്ളൂ, ജീവിച്ചിരിക്കുന്ന കാര്യം ഒന്നും പറയില്ല. മനുഷ്യപ്പ ശ്രമിക്കുന്ന എന്തിനാ? മരിക്കാണ്ടിരിക്കാനാ. പണ്ടത്തെ ആരും നിരക്ക് എത്രയാ? 25, 30, പിന്നെ 40, 45, ഇപ്പൊ എത്രയാ? 80, 90. ഇനി അതിനേക്കാൾ കൂടും. AI ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക. ആ ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടം എല്ലാ കാര്യത്തിലും ഞാൻ പോലില്ല, ആയുർ നിരക്ക് കൂടും. ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ ശരാശരി ആയുസ് 100 ആവും. മനസ്സിലായി നിങ്ങൾ? പിന്നെ ഒരു 25 കൊല്ലം കഴിഞ്ഞാലോ 150 വയസ്സ്. മനസ്സിലായി നിങ്ങൾ? അങ്ങനെ ലോകം മാറാൻ പോവാണ് എന്ന് വരുമ്പോൾ നരകത്തിനെ കുറിച്ച് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകനാണ്, സംഘടനയുടെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിത്വവുമാണ്. അദ്ദേഹത്തിന് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഈ നരകത്തെ സംബന്ധിച്ചുള്ള ഈ കാഴ്ചപ്പാട്. മാറുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അതുകൊണ്ട് നരകത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. പാർട്ടിയിൽ, സമ്മേളനങ്ങളിൽ അത്തരമൊരു ചർച്ചയേ ഇല്ല. മരിച്ചാൽ പിന്നെ എന്ത് എന്നൊരു ചർച്ചയെ നമ്മൾക്കില്ല. മരിക്കാതിരിക്കാനാണ് മനുഷ്യന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മരിക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആയുർന്നവർക്ക് പണ്ട് 25 വയസ്സായിരുന്നു, പിന്നെ 50, ഇപ്പോൾ 100, ഇനി 150ലേക്ക് പോകും. അങ്ങനെ മരിക്കാത്തൊരു കാലം വരുമെന്ന മഹാശാസ്ത്രവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തും ശാസ്ത്രത്തിൻ്റെ പേരിൽ ചിലവാകില്ല. അപ്പോൾ ലോകം മാറാൻ പോവുകയാണെന്ന് വരുമ്പോൾ പിന്നെ നരകത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് പേടിപ്പിക്കുകയോ ഒന്നും വേണ്ടാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ഇത് ഇദ്ദേഹം പറയുന്നത് ഒരു ശാസ്ത്രം പഠിച്ചിട്ടോ അല്ലെങ്കിൽ ജീവിത വ്യവസ്ഥയെ സംബന്ധിച്ച് അവഗാഹമായ ജ്ഞാനം നേടിയിട്ടോ ഭാവിയെ സംബന്ധിച്ച് മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. ഇതൊരു കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം അദ്ദേഹം മലയാള ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുക ഈ കമ്മ്യൂണിസം മാറുന്ന ലോകം വന്നു കഴിഞ്ഞാൽ, നിത്യേന മാറിക്കൊണ്ടിരിക്കുന്ന ലോകം വന്നു കഴിഞ്ഞാൽ, അഥവാ ശാസ്ത്രത്തിനിങ്ങനെ നിത്യേന പുരോഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കാത്ത, കാലനില്ലാത്ത കാലം വരും എന്ന ഒരു മഹാമഠേത്തരമാണ് ശാസ്ത്രത്തിൻ്റെ ചെലവിൽ ഇദ്ദേഹം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ചിലപ്പോൾ അത് വലിയ വിശ്വാസമായിട്ട് വരും. വിശ്വാസ കാര്യങ്ങളില്ലാത്ത ആളുകളാണ്, അവർക്കതൊരു വിശ്വാസമായിട്ട് കൊണ്ടു നടക്കാം. എന്താണ് ഈ ശാസ്ത്രത്തെ ഇങ്ങനെ കൂട്ടുപിടിച്ച് പറയാൻ? AI കാലഘട്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഏതൊരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന സംഗതിയാണ്. അത് പുതിയൊരു സംഗതിയൊന്നുമല്ല. മനുഷ്യനുള്ള കാലം മുതലേ ശാസ്ത്രമുണ്ട്. മനുഷ്യൻ വളരുന്നതോടൊപ്പം ശാസ്ത്രം വളരുന്നു. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ പഠനമാണ്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ എത്തിച്ചേരുന്ന നിഗമനങ്ങളും കണ്ടെത്തലുകളുമാണ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇത് പഴഞ്ചനാണ് ഈ കാര്യം. അങ്ങനെയാണ് പറയേണ്ടത്, പഴഞ്ചൻ. കാരണം മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന അന്ന് മുതലേ പ്രപഞ്ചത്തെപ്പറ്റി അന്നത്തെ സാഹചര്യം അനുസരിച്ച് പഠിക്കുന്നുണ്ട്. അന്നത്തെ കണ്ടെത്തലുകളുണ്ട്, അന്നത്തെ ശാസ്ത്രമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കല്ലുകൾ തമ്മിൽ ഉരസി തീ ഉണ്ടാക്കിയിരുന്നു പൗരാണിക മനുഷ്യൻ. നമ്മളങ്ങനെയാണ് പഠിക്കുന്നത്. ഈ കമ്പുകൾ തമ്മിൽ കൂട്ടി ഉരസി തീ ഉണ്ടാക്കിയിരുന്നു. വെള്ളം കത്തിച്ച്, ഇല കത്തിച്ച്, കമ്പുകൾ കത്തിച്ച്, തീ കത്തിച്ച് അതിൽ വെള്ളം വെച്ച് ചൂടാക്കിയിരുന്നു. ഇതൊക്കെ ശാസ്ത്രമാണ്. അത് അന്നത്തെ ശാസ്ത്രമാണ്. ആ ശാസ്ത്രം മനുഷ്യനോടൊപ്പം ഇങ്ങനെ മനുഷ്യൻ വളർന്നു. പക്ഷേ ഇനി ഈ ശാസ്ത്രം വളർന്നു കഴിഞ്ഞാൽ ഇനി മരണമില്ലാത്ത ലോകം വരും എന്ന് പറയുന്ന അതീവ വങ്കത്തരമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത്. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ശൈലിയിൽ പറയുന്ന ഈ കാര്യത്തിന് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിൻ്റെ ഒരു പിന്തുണയുണ്ട് ഇവർക്ക്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ഭൗതിക പ്രത്യയശാസ്ത്രമാണ്.
മരണത്തോടു കൂടി തീരുന്ന കേവല ജീവിതത്തെ സംബന്ധിച്ച് മാത്രമേ അവർക്ക് ചർച്ച ചെയ്യാനുള്ളൂ. അതെന്നെ സമഗ്രമായി ചർച്ച ചെയ്യാൻ മനുഷ്യബുദ്ധിക്കാകാത്തത് കൊണ്ട് കാൾ മാർക്സിനും എംഗൽസിനും അതായിട്ടില്ല. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളായിട്ട് പറയാറില്ല. പറയാൻ കൊള്ളാവുന്നൊരാശയമല്ലാത്തതുകൊണ്ട് കാലഹരണപ്പെട്ടു പോയ കാലയവനികക്ക് പിന്നിൽ മറഞ്ഞു പോയൊരു തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസം. ഇന്നാരും കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം പ്രസംഗിക്കാറില്ല, ഇവിടുത്തെ ആരും വായിക്കാറില്ല. അതിൻ്റെ പേരിൽ എഴുതപ്പെട്ട കനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്, അവർ പറയുന്ന കനപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഈ കനപ്പെട്ടതൊന്നും വായിക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ പോലും തയ്യാറല്ല. അത് ആർക്കൂട്ടും മനസ്സിലാവില്ല. അതിൻ്റെ ശൈലി പോലും കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞാനൊരു വാചകം വായിക്കാം, കമ്മ്യൂണിസത്തിൻ്റെ ഈ ചിന്ത മനസ്സിലായി. EMS എഴുതിയ ചോദ്യോത്തരങ്ങളാണ്. ആത്മാവ്, ദൈവം, മതം എന്നൊക്കെ പറയുന്ന ഇവർ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം നോക്കും. ഈ സ്വന്തം ഭാവനയിൽ മനുഷ്യൻ വാർത്തെടുത്ത സാങ്കല്പിക ലോകമാണ് ഐഹിക ലോകത്തിൻ്റെ സമാന്തരമായി രൂപം കൊണ്ടതായി കണക്കാക്കപ്പെടുന്ന പാരത്രിക ലോകം. ഭാവനയുടെ സൃഷ്ടിയായ ഈ സാങ്കല്പിക ലോകത്തിൻ്റെയും അതിൻ്റെ നേതാവായി ഈശ്വരൻ്റെയും ആവശ്യമില്ലാത്ത, അവർക്ക് പ്രസക്തിയില്ലാത്തൊരു പുതിയ സാഹചര്യം സയൻസിൻ്റെ പുരോഗതിയോടുകൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ അംഗത്വം EMS പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ സയൻസിൻ്റെ ആളുകളാണ്, വരുത്തി തീർക്കുന്ന രീതിയിൽ സയൻസ് പണ്ടേ ഇവരുടെ തുണയാണെന്നാണ്. സയൻസിനെതിരായിരുന്നു ഇവർ. സയൻസിൻ്റെ പല കണ്ടുപിടുത്തങ്ങളും തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് പിന്തിരിപ്പൻ ആശയം വെച്ച് പുലർത്തി അതിനൊക്കെ തിരസ്കരിച്ച ആളുകളാണ് ഇവർ. എന്തിനാണ് സയൻസിൻ്റെ പിന്തുണയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വളർന്നു. എന്നാൽ സയൻസിന് ഇങ്ങനെ മരമില്ലാത്തൊരു ലോകം ഉണ്ടാക്കാൻ കഴിയില്ല. അത് വ്യാമോഹമാണ്. മരിക്കാതിരിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കൂ, സയൻസ് ഇത്രയധികം വളർന്ന കാലത്താണ് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ വൈറസ് വന്ന്, കണ്ണിന് കാണാത്ത ടെലസ്കോപ്പിന് പോലും കാണാൻ പ്രയാസമുള്ള വൈറസ് വന്ന് മനുഷ്യജീവനുകൾ തട്ടിയെടുത്ത് വർഷത്തിലധികം നിശ്ചലമാക്കി കളഞ്ഞു ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം. മനുഷ്യൻ സ്ഥാപിക്കുന്ന റിക്ടർ സ്കെയിലുകളിൽ ഒന്നും പതിയാത്ത, ഒരു ചലനവും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഭൂകമ്പങ്ങളും ഭൂചലനങ്ങളും കൊടുങ്കാറ്റുകളും പേമാരികളും വന്ന് മനുഷ്യജീവൻ ഒന്നായിട്ട് തട്ടിക്കൊണ്ടുപോകുന്നു. ശാസ്ത്രം എന്ന് പറയുന്ന ആളുകൾ മരവിച്ച് നോക്കി നിൽക്കാനല്ലാതെ ഒന്നിനും സാധിക്കാതെ അതീവ നിസ്സാരമായി സകല കണ്ടുപിടുത്തങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൈകൾ അവരെ പിടിയിലമർത്തുകയാണ് ചെയ്യുന്നത്, ധിക്കാരികളെ പിടിയിലമർത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആനിൽ ഒരു വാക്യം സാന്ദർഭികമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും വനുഖിറു ഫിൽ അർഹാം മാ നശാഉ ഇലാ അജലിൻ മുസമ്മ എന്ന് തുടങ്ങിയിട്ട് നീണ്ടൊരായത്ത്. ആയത്തിൻ്റെ പരിഭാഷ ഇതാണ്: മനുഷ്യരെ, ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ആലോചിച്ച് നോക്കുക. തീർച്ചയായും നാം ആണ് നിങ്ങളെ മണ്ണിൽ നിന്നും, പിന്നെ ബീജങ്ങളിൽ നിന്നും, പിന്നെ ഭ്രൂണത്തിൽ നിന്നും, അനന്തരം രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചത്. അള്ളാഹുവിൻ്റെ പ്രസ്താവന. നാം നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരാൻ വേണ്ടി പറയുകയാണ്. നാം ഉദ്ദേശിക്കുന്നതിന് നിശ്ചിതമായൊരു അവധി വരെ നാം ഗർഭാശയങ്ങളിൽ താമസിപ്പിക്കുന്നു. പിന്നെ നിങ്ങളെ നാം ശിശുക്കളായി പുറത്തു കൊണ്ടുവരുന്നു. അനന്തരം നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ശക്തി പ്രാപിക്കുന്നതുവരെ നാം നിങ്ങളെ വളർത്തുന്നു. നേരത്തെ ജീവിതം അവസാനിപ്പിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അറിവുണ്ടായതിന് ശേഷം യാതൊന്നും അറിയാതാകും വിധം ഏറ്റവും ആവശ്യമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇത്രയും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതഘട്ടം, അല്ലാതെ ആയുസ്സിൽ മരണമില്ലാത്തൊരു ലോകമെന്നല്ല. എന്നിട്ട് പറയുന്നത്, ഒരു ഉദാഹരണം പറയുന്നു നോക്കൂ. ഭൂമി വരണ്ട് നിർജീവമായി കിടക്കുന്നതായി നിനക്ക് കാണാം. എന്നിട്ട് അതിന്മേൽ നാം വെള്ളം ചൊരിഞ്ഞാൽ, അഥവാ മഴ പെയ്താൽ, അത് ഇളകുകയും വികസിക്കുകയും കൗതുകമുള്ള എല്ലാത്തരം ചെടികളെയും അത് മുളപ്പിക്കുകയും ചെയ്യുന്നു. വരണ്ടുണങ്ങിയ ഭൂമിയിൽ ആകാശലോകത്ത് നിന്ന് മഴ പെയ്യുമ്പോൾ നിർജീവമായ ഭൂമിയിൽ നിന്ന് സജീവമായ വസ്തുക്കൾ വരുന്നു. പുനർജീവനത്തിൻ്റെ ഉദാഹരണം ഖുർആൻ പറയുന്നതാണ്. എന്നിട്ട് പറയുന്നത്, അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായുള്ളവൻ. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. പിന്നെ അടുത്ത് പറയുന്നത്, അന്ത്യസമയം വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഖബറുകളിലുള്ളവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഖുർആൻ്റെ പ്രസ്താവന. ഇതാണ് യാഥാർത്ഥ്യമായി പുലരാനുള്ളത്. ഈ പ്രയോഗം പോലും ഈ നിഷേധികളുടെ മനസ്സിനെ തട്ടി ഉണർത്തുന്ന രീതിയിലാണ് ഖുർആൻ പറയുന്നത്.
ഇത് സൂറത്തുൽ ഹജ്ജ് 22-ാമത്തെ അധ്യായത്തിലെ 5, 6, 7 സൂക്തങ്ങളാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥ. നരകത്തെപ്പറ്റി പറഞ്ഞ് പേടിപ്പിക്കേണ്ടതില്ല. ശാസ്ത്രം സർവശക്തനാണ്. ദൈവത്തിന് പകരം ശാസ്ത്രത്തെ സമർപ്പിച്ചാൽ, ദൈവത്തിന് പകരം ശാസ്ത്രത്തെ മനസ്സിൽ സ്ഥാപിച്ചാൽ ഇങ്ങനെ രക്ഷപ്പെടാമെന്ന് വ്യാമോഹിക്കുകയൊന്നും വേണ്ട. എന്നാൽ മനുഷ്യൻ അവൻ്റെ തീയതി കുറിച്ചൊരവസ്ഥ വരും. ആ അവസ്ഥയിൽ അവൻ്റെ ജീവിതം ഇവിടെ നിന്ന് അവസാനിപ്പിച്ച് പോകേണ്ടി വരും. നരകത്തെക്കുറിച്ചുള്ള ഭയമാണ് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടത്. മനുഷ്യജീവിതത്തെ നിയന്ത്രിക്കുന്നതിന് പരലോക ജീവിതം ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതില്ലാത്ത, വിശ്വാസമില്ലാത്ത ലൗകിക ജീവിതവുമായി നടക്കുന്ന ആളുകൾക്ക് മനസ്സിലനുഭവപ്പെടുന്ന ശൂന്യത അങ്ങേയറ്റം വെപ്രാളമുണ്ടാക്കുന്നതാണ്. ശാന്തമായി ആലോചിച്ച് നോക്കുക. സർവശക്തനായ ദൈവത്തിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.